നമസ്കാരം. എന്ന നിശയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ കേരള മുഖ്യമന്ത്രിയായി ശ്രീ വി ഡി സതീശൻ സ്ഥാനമേറ്റിരിക്കുന്നു. അദ്ദേഹം ഓഫീസ് ചുമതല ഏറ്റെടുത്തതോടുകൂടി ചില പ്രഖ്യാപനങ്ങൾ നടത്തി. ആദ്യം തന്നെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒരുപാട് വാഹനങ്ങളൊന്നും വേണ്ട, ജനങ്ങളെ പൊറുതിമുട്ടിക്കുന്ന, ജനങ്ങൾക്ക് ശല്യം ചെയ്യുന്ന രീതിയിലെ വാഹന വ്യൂഹങ്ങളൊന്നും ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഞാൻ എല്ലാം അധിക ഭാരങ്ങളും അധിക ചെലവുകളൊക്കെ വെട്ടിക്കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നീട് അദ്ദേഹം ഈ ആശാ വർക്കർമാർക്ക് കൊടുത്ത വാക്കിൻ്റെ ഭാഗമായി 3000 രൂപ ശമ്പള വർധനവ് പ്രഖ്യാപിച്ചു. അത് കുറച്ച് പഠിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അവർ PSC വഴി നിയമിതരായിട്ടുള്ള വ്യക്തികളല്ല. അപ്പോൾ അത് മറ്റുള്ളവരെ ഇതേപോലെ കോൺട്രാക്ട് എടുത്ത ആൾക്കാർക്കൊക്കെ ഇതേ നിയമമാവാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കഷ്ടമുള്ള ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അദ്ദേഹം ചാടിക്കേറി പ്രഖ്യാപിച്ചതിൻ്റെ ഫലമായിട്ടായിരിക്കാം അദ്ദേഹം 3000 ഒതുക്കിയത്. പിന്നീട് ചിന്തിക്കും എന്നറിയില്ല. എങ്ങനെയാണ് അദ്ദേഹം അത് പഠിച്ച് അത് പരിഹരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നീട് അത് ചെയ്ത് സ്ത്രീകളുടെ സൗജന്യ യാത്രയാണ്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാമെന്നൊരു വലിയ പ്രഖ്യാപനമാണ് അദ്ദേഹം നടത്തിയത്. ഈ കാലയളവിലെല്ലാം തന്നെ എനിക്ക് വല്ലാത്തൊരു പ്രതിഷേധം ഉണ്ടായിരുന്നു. സ്ത്രീകൾ സൗജന്യം അർഹിക്കുന്ന വ്യക്തികളല്ല, തുല്യതയല്ല വേണ്ടത്. എന്തിനാ സ്ത്രീകളെ സൗജന്യമായിട്ട് കണക്കാക്കുന്നത്? പക്ഷെ നമ്മുടെ നാട്ടിലെ ആ ഒരു അവസ്ഥയിലേക്ക് പിന്നീട് ഞാൻ ചിന്തിച്ചപ്പോൾ നമ്മുടെ നാട്ടിൽ ആ അവസ്ഥയിലേക്ക് വരണമെങ്കിൽ ഇത്തരം ചില പദ്ധതികളൊക്കെ മുന്നോട്ട് വെച്ചേ പറ്റൂ. കാരണം ഈ അൺഎയ്ഡഡ് മേഖലയിലെ അസംഘടിത മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് വളരെ തുച്ഛമായ ശമ്പളമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അവർക്ക് ജോലി സ്ഥലത്തേക്ക് എത്തിപ്പെടണമെങ്കിൽ കുറച്ച് ഈ തുച്ഛമായ വേതനം കൊണ്ട്, അവർക്ക് കിട്ടുന്ന തുച്ഛമായ വേതനം കൊണ്ട് അവരുടെ ശമ്പളത്തിൻ്റെ സിംഹഭാഗവും യാത്രയ്ക്കായി പോകുന്നുണ്ട്. അത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. അപ്പോൾ യാത്രയ്ക്ക് വേണ്ടി നീക്കിവെക്കുന്ന കാശ് കൊണ്ട് അവർക്ക് ഇത് വളരെ ഡയറക്റ്റായിട്ട് എക്കോണമിയെ ബാധിക്കുന്നുണ്ട്. അത് ഹ്രസ്വകാല അടിസ്ഥാനത്തിൽ നമ്മുടെ പൊതുഖജനാവിന് വലിയ നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിലും അത് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഖജനാവിന് വളരെയധികം ഗുണം ചെയ്യുന്നൊരു പദ്ധതിയാണെന്നാണ് എനിക്ക് മനസ്സിലായത്. ആദ്യം എനിക്കതൊരു പരിഹാസമാക്കി തോന്നി. പിന്നെ ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് തോന്നി ഇത് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. നമ്മളെ സ്ത്രീകളെല്ലാവരും തന്നെ വീടിൻ്റെ ഉള്ളിൽ അടഞ്ഞുകൂടിയിരിക്കുകയാണ്. യാത്ര ചെയ്യാൻ അവർക്ക് ഒരു അവസരമില്ലായകയല്ല, എല്ലാത്തിൻ്റെയും അടിസ്ഥാനം പൈസ തന്നെയാണല്ലോ. ഭർത്താവിൻ്റെ അടുത്ത് കാശ് വാങ്ങി യാത്രയ്ക്ക് പോകാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്, കൊടുക്കും ഉണ്ടാവില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? എന്തെങ്കിലും പണിയെടുത്ത് കാശൊക്കെ ഉണ്ടാക്കി ഇഷ്ടങ്ങൾക്ക് വല്ല നെയിൽ പോളിഷ് വാങ്ങാനോ, പൊട്ട് വാങ്ങാനോ, ക്ലിപ്പ് വാങ്ങാനോ, സാരി വാങ്ങാനോ ഒക്കെ വെക്കും. അത് മേടിക്കും. അത് കഴിഞ്ഞ് കുറച്ച് സ്ഥലത്തേക്ക് യാത്ര പോകണം, ഒരു ഫ്രണ്ടിനെ കാണാൻ പോകണം, ഒരു ആശയവിനിമയം ഇല്ല, ഒരു ഔട്ടിങ്ങിന് പോകണം, അതിനൊക്കെ കാശാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സ്ത്രീകൾക്ക് ഒരു പുറത്തു പോകാനും ആളുകളുമായി സംവദിക്കാനും ആശയങ്ങൾ കൈമാറാനും അല്ലെങ്കിൽ അവരുടെ മാനസികോല്ലാസത്തിനും വേണ്ടിയുള്ള ഒരു അവസരമുള്ളൂ. മാനസികോല്ലാസം ഉണ്ടായില്ലെങ്കിൽ വളരെ പ്രശ്നമാണ്. അപ്പോൾ യാത്രയ്ക്ക് കാശ് കണ്ടെത്തേണ്ട ആവശ്യമില്ല എന്നറിയുമ്പോൾ വളരെയധികം ഗുണം ചെയ്യും. യാത്രക്കായി നീക്കി വെക്കുന്ന കാശ് കൊണ്ട് അത് വിപണിയിൽ ചെലവാക്കും. അങ്ങനെയും ഒരു വിപണിയിൽ ഒരു അനക്കം വരുമ്പോഴും അത് പൊതുഖജനാവിന് തന്നെ ഗുണം ചെയ്യും. സ്ത്രീകളൊക്കെ പുറത്തേക്ക് വരും. സ്ത്രീകളുടെ നമ്മുടെ ഉൽപാദനത്തിലെ സ്ത്രീകൾ നേരിട്ട് പങ്കാളികളാവും. അത് അവരുടെ പങ്കാളിത്തം സാമ്പത്തിക മേഖലയിൽ അവരുടെ പങ്കാളിത്തം വളരെയധികം കൂടും ചെയ്യും. അത് നമ്മുടെ വരുമാനത്തിന് വളരെയധികം ബൂസ്റ്റപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഞാൻ ധരിച്ചു വെച്ചത് തെറ്റായിരുന്നു എന്നാണ് പിന്നീട് എനിക്ക് മനസ്സിലായത്. പിന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ സർക്കാരിന് ഹ്രസ്വകാലത്തെ അടിസ്ഥാനത്തിൽ വളരെയധികം നഷ്ടം ഉണ്ടാകും. കാരണം ടിക്കറ്റ് ഇനത്തിൽ വരുന്ന വരുമാനം ഇല്ലാതെ പോകും. അപ്പോൾ അവർ KSRTC ഗതാഗത വകുപ്പിലെ KSRTCയിലെ മെയിൻ്റനൻസ് വളരെ പ്രശ്നമായി പോകും. അവരുടെ ശമ്പളം കൊടുക്കലും പുതിയ ബസ് വാങ്ങലും അതിൻ്റെ വികസനത്തിനൊക്കെ വളരെയധികം സ്ട്രഗിൾ ചെയ്യും. അതുകൊണ്ട് തന്നെ സബ്സിഡി എന്നുള്ളത് സ്വന്തം ഖജനാവിൽ നിന്ന് തന്നെ എടുത്ത് അത് നികത്തേണ്ടതായിട്ട് വരും. അപ്പോൾ കാരണം അവിടുത്തെ റവന്യൂ കുറയാണല്ലോ. അത് നികത്തുമ്പോൾ മറ്റു മേഖലയിലേക്ക് വികസനത്തിനായി നീക്കിവെച്ച സംഗതികളിലൊക്കെ ചിലപ്പോൾ പ്രതികൂലമായി ബാധിക്കാനും സാധ്യതയുണ്ട്. പക്ഷേ ഇങ്ങനൊരു അവസ്ഥയിൽ വരുമ്പോൾ കുറച്ച് നാൾ അപ്പം നമുക്ക് അതിന് ചെയ്യാൻ നികുതി കൂട്ടി, മറ്റ് മേഖലയിലെ നികുതി കൂട്ടിയിട്ട് ഇവിടെ ഇത് നിലനിർത്തി കൊണ്ടുപോകേണ്ടതായിട്ട് വരും. കുറച്ചു കാലം അത് നിലനിർത്തി കൊണ്ടുപോകുമ്പോൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വരുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഖജനാവിന് അത് ഗുണം തന്നെ ചെയ്യുള്ളൂ.
സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര ഹ്രസ്വകാലാടിസ്ഥാനത്തിന് ഖജനാവിനൊരു വലിയ സാമ്പത്തിക ബാധ്യത, ഫിസ്ക്കൽ ബേർഡനായിട്ട് മാറുമെങ്കിലും ഇതിനെ ഒരു സൗജന്യമായി കാണുന്നതിനേക്കാൾ സ്ത്രീകളുടെ സാമൂഹിക സാമ്പത്തിക പുരോഗതിക്കായിട്ടുള്ള ഒരു ദീർഘകാല നിക്ഷേപം ആയിട്ടാണ് കാണുന്നതെങ്കിൽ ഇതിൽ തെറ്റില്ല. മാത്രമല്ല, അത് കൃത്യമായ ആസൂത്രണത്തോടുകൂടെ നികുതി വരുമാനങ്ങളൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് സർക്കാർ ഇത് നടപ്പിലാക്കുകയാണെങ്കിൽ ഇത് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്ക് ഈ സൗജന്യ യാത്ര വളരെ കൃത്യമായ ആസൂത്രണത്തോടെ കൊണ്ടുപോകാൻ VD സതീശനും അതുപോലെ ഗതാഗത വകുപ്പ് മന്ത്രിക്കും സാധിച്ചാൽ വളരെ നല്ലതാണ്. മാത്രമല്ല, ഇതിനെ വേറെ രീതിയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ പാരിസ്ഥിതികമായ പല ഗുണങ്ങളുമുണ്ട്. കാരണം എല്ലാവരും പൊതുഗതാഗത സംവിധാനത്തിനെ ആശ്രയിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ എന്താ പറയുക, വായുമലിനീകരണം അത് കുറഞ്ഞു കിട്ടും. കുറച്ച് സ്വകാര്യ ബസ്സൊക്കെ കുറച്ച് കുറയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്തരീക്ഷ മലിനീകരണം, വായു മലിനീകരണം ഒക്കെ കുറയും. പിന്നെ അതുമാത്രമല്ല, കൂടുതൽ ആൾക്കാരും ഗതാഗതത്തിനെ ആശ്രയിക്കുമ്പോൾ ഇന്ധനം ഇറക്കുമതി കുറയും. അതും വലിയ കാര്യങ്ങളാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ വളരെ കൃത്യമായി ആസൂത്രണത്തോടുകൂടി ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണെങ്കിൽ സ്ത്രീ ശാക്തീകരണം സാധ്യമാവും. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള രീതിയിൽ സ്ത്രീകൾക്ക് കിട്ടുന്ന കാശുകൾക്ക് സ്ത്രീകൾ വിപണിയിൽ ഇറക്കും. അത് നമ്മുടെ ഖജനാവിലേക്ക് തന്നെ തിരിച്ചു വരും. പിന്നെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒഴിവാക്കപ്പെടും. ഇന്ധനം ഇറക്കുമതി കുറയ്ക്കാം. അതുകൊണ്ട് തന്നെ ശ്രീ സതീശനെ മുഖ്യമന്ത്രി VD സതീശനും മറ്റും ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിയും ഇത് കൃത്യമായി നടത്തിയാൽ വളരെയധികം ഗുണം ചെയ്യും എന്നുള്ളത് വളരെ ആസൂത്രണത്തോടുകൂടി ചെയ്യണം. വളരെ ആസൂത്രണത്തോടുകൂടി ചെയ്താൽ മാത്രമേ ഈ പ്രഖ്യാപിച്ച ഈ സൗജന്യ യാത്ര സംസ്ഥാനത്തിനും ജനങ്ങൾക്കും ഗുണപ്രദമാകുകയുള്ളൂ. അല്ലാതെ ചാടിക്കേറി പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ട് ഫോളോ അപ്പ് മെഷേഴ്സ് നടത്തിയില്ല എന്നുണ്ടെങ്കിൽ ചീത്തപ്പേരുണ്ടാവും. ശ്രീ VD സതീശൻ നന്നായി പഠിക്കുന്ന ഒരു കക്ഷിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത്തരം ലൂപ്പ് ഹോൾസ് ഒക്കെ അടച്ച് അദ്ദേഹത്തിന് എങ്ങനെ ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് കൃത്യമായി അറിയാൻ കഴിയും എന്നുള്ളത് നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. മാത്രമല്ല, അതുപോലെ ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്ത മുരളീധരൻ വളരെ നല്ല മന്ത്രിയായിരിക്കുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഇവിടെ ജനറൽ ആശുപത്രികളിലും എറണാകുളം ജനറൽ ആശുപത്രിയിൽ തന്നെ തിമിര ശസ്ത്രക്രിയക്കുള്ള നൂതന സജ്ജീകരണങ്ങളൊക്കെ ഉണ്ട്. വലിയ യന്ത്രങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അത് കൈകാര്യം ചെയ്യാൻ കമ്പീറ്റൻസ് ഉള്ള, ആ ടെക്നിക്കൽ നോഹൗ ഇല്ലാത്ത ഡോക്ടർമാരാണ് അവിടെ ഉള്ളത്. കൊണ്ട് തന്നെ ഇപ്പോഴും ഓപ്പൺ സർജറിയാണ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലേസർ ട്രീറ്റ്മെൻറ്റ് അവർക്ക് കിട്ടുന്നില്ല സാധാരണ ജനക്ക്. എന്നാൽ അതിൻ്റെ എല്ലാം സുസജ്ജമാണ് അവിടുത്തെ ആശുപത്രി. അത് ശ്രീ മുരളീധരൻ്റെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ആ സൗകര്യവും ആ നൂതനമായിട്ടുള്ള ശസ്ത്രക്രിയാ സൗകര്യവും സാധാരണക്കാർക്കും ലഭിക്കുമെന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാം നന്നായി ചെയ്യട്ടെ, അവർക്ക് നന്നായി ചെയ്യാൻ സാധിക്കട്ടെ. അത് ചെയ്ത് കഴിയുകയാണെങ്കിൽ ഒത്തിരി വിജിലൻസ് മാത്രമേ ആവശ്യമുള്ളൂ. ഇതിൻ്റെ ബാക്കിയെല്ലാം ഒരുവിധം ഒക്കെ സുസജ്ജമാണ്. ഒത്തിരി ധാർഷ്ട്യം കൂടി എന്നുള്ളത് കൊണ്ട് അല്ലാതെ വികസന പ്രവർത്തനങ്ങൾക്കൊന്നും LDF സർക്കാർ പിന്നിലൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് അത് കൃത്യമായി ഒരു മോണിറ്ററിംഗ് നടത്തി പൊതുജനങ്ങൾക്ക് എല്ലാവിധ അവരർഹിക്കുന്ന സൗകര്യങ്ങളൊക്കെ എത്തുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുകയാണെങ്കിൽ UDF സർക്കാരിനും ശ്രീ VD സതീശനും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയ്ക്കും വളരെ നന്നായിരിക്കും. അത് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം.